ഹായ്, അടുത്ത ടോപ്പിക്കാണ് വോളിയം കാൽക്കുലേറ്റഡ് ആസ് ട്രിപ്പിൾ ഇന്റഗ്രൽ. വോളിയത്തിന്റെ ഫോർമുല ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി. എന്താണ് ഡി വി എന്ന് പറഞ്ഞാൽ? ഡി എക്സ് ഡി വൈ ഡി ഇസെഡ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. യൂസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് വിത്തിൻ ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 9 ആൻഡ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഇസെഡ് ഈക്വൽ ടു 1 ആൻഡ് ഇസെഡ് ഈക്വൽ ടു 5. ഇവിടെ ഇസെഡ് ലിമിറ്റ് പറയുന്നുണ്ട്. ഇസെഡ് 1 മുതൽ ഇസെഡ് 5 വരെയാണ്. ഇതൊരു കേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് ഇസെഡ് വേരീസ് ഫ്രം 1 to 5. വോളിയത്തിന്റെ ഫോർമുല എന്താണ്? വോളിയം ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി. എന്താണ് ഡി വി എന്ന് പറഞ്ഞാൽ? ഡി ഇസെഡ് ഡി എക്സ് ഡി വൈ. ഇതല്ലേ? ഇതിന്റെ ഓർഡർ എങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. നമ്മൾ ഇതാദ്യം കിട്ടിയതിനാണ്. നമുക്ക് ഇസെഡിന്റെ ലിമിറ്റ് അറിയാം. ഇസെഡ് വേരീസ് ഫ്രം 1 to 5 ആണെന്ന് അറിയാം. അപ്പൊ ഇസെഡ് മാത്രം കൊടുക്കുക. ഇസെഡ് വേരീസ് ഫ്രം 1 to 5. അപ്പൊ ഈ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കുക. എന്താണ്? ഇസെഡിന്റെ മാത്രം. അപ്പൊ എന്ത് വരും? ഡബിൾ ഇന്റഗ്രൽ. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി ഇസെഡ്? ഇസെഡ് ലിമിറ്റ് 1 to 5 ഡി എക്സ് ഡി വൈ. ലിമിറ്റ് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഡബിൾ ഇന്റഗ്രൽ 5 മൈനസ് 1 ഡി എക്സ് ഡി വൈ എന്ന് വരും. അതായത് ഡബിൾ ഇന്റഗ്രൽ 4 ഡി എക്സ് ഡി വൈ എന്ന് വരും. അപ്പൊ എന്താണ് നമുക്ക് വോളിയം എന്ന് പറയുന്നത്? ഡബിൾ ഇന്റഗ്രൽ നമുക്ക് 4 വെളിയിലാക്കാം, ഡി എക്സ് ഡി വൈ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? എക്സ് വൈ പ്ലെയിൻ മാത്രം അല്ലേ? എക്സും വൈയും മാത്രം. എക്സ് വൈ പ്ലെയിനിൽ എന്താണ്? ഇതൊരു സർക്കിളാണേ. ഒരു സിലിണ്ടറിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. ഹൈറ്റ് ഇസെഡ് 1 മുതൽ ഇസെഡ് 5 വരെയുള്ള ഒരു സിലിണ്ടറാണ് പറയുന്നത്. സിലിണ്ടർ എങ്ങനെ ഇരിക്കും? കണ്ട ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇസെഡ് ഈക്വൽ ടു 1 ആണ്, ഇവിടെ ഇസെഡ് ഈക്വൽ ടു 5 ആണ്. അതതിന്റെ ഹൈറ്റ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ബേസ് ഭാഗം എന്താണ്? ബേസ് ഭാഗം എക്സ് വൈ പ്ലെയിൻ ആണ്. സർക്കിൾ മാത്രമാണ്. സർക്കിളാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ഇതെന്താണ്? 0 0 സെന്ററും 3 റേഡിയസും ഉള്ള ഒരു സർക്കിളാണ്. അപ്പൊ ഇനി ഡബിൾ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ സർക്കിൾ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ പോളാറിലോട്ട് മാറ്റാം. എങ്ങനെയാണ്? ബൈ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു പോളാർ കോർഡിനേറ്റ്സ്. പുട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. എക്സിന് പകരം ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താവും? ഇവിടെ ഡി എക്സ് ഡി വൈ മാത്രമേ ഉള്ളൂ. 4 ഡബിൾ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ. ഇനി എന്താണ്? ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് മതി. എന്താണ് ആറിന്റെ ലിമിറ്റ്? റേഡിയസ് വേരീസ് ഫ്രം 3 റേഡിയസ് ആണ്. അപ്പൊ 0 to 3. ആർ വേരീസ് ഫ്രം 0 to 3 ആണ്. ആർ വേരീസ് ഫ്രം 0 to 3. അപ്പൊ റേഡിയസ് ഉള്ളത് 0 to 3 ആണ്. തീറ്റ എങ്ങനെയാണ്? ഒരു സർക്കിളാണ്. ഫുൾ സർക്കിളാണ്. ഫുൾ സർക്കിൾ വരുമ്പോൾ എന്ത് വരും? അതിന്റെ ബേസ് ഭാഗം സർക്കിളാണ്. സർക്കിൾ ആണെങ്കിൽ 0 to 2π. 0 to 360 ഡിഗ്രിയാണ്. തീറ്റ എന്ന് പറയുന്നത് 0 to 2π. ഒരു സർക്കിൾ ഫുൾ ഉണ്ടെങ്കിൽ 0 to 2π ആണ് ആംഗിൾ. ഹാഫ് സർക്കിളേ ഉള്ളൂവെങ്കിൽ 0 to π ആണ്. അതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ 0 to π/2 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഫുൾ സർക്കിൾ ഉണ്ട്. അപ്പൊ 0 to 2π വരും. 0 to 2π. അപ്പൊ എന്താണ്? 4 ഇന്റഗ്രൽ 0 to 2π. നമുക്ക് ആദ്യം ആർ ചെയ്ത് നോക്കാം. എന്താണ് ഇന്റഗ്രൽ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ഡി ആർ? ആറിന് ആർ സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് 0 to 3 ആണ്. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. ആ 2നെ വെളിയിലാക്കാം. 4/2 അത് 2 ആണ്. 2 ഇന്റഗ്രൽ 0 to 2π. ഇനി എന്താണ്? നമ്മൾ ഈ ലിമിറ്റ് കൊടുത്തില്ല. ആർ സ്ക്വയർ 3 സ്ക്വയർ 9 ഡി തീറ്റ എന്ന് വരും അല്ലേ? അതായത് 9 കൂടെ വെളിയിൽ വരുമ്പോൾ 18 ഇന്റഗ്രൽ 0 to 2π ഡി തീറ്റ എന്ന് വരും. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി തീറ്റ? തീറ്റയാണ്. 18 ഇൻറ്റു തീറ്റ. തീറ്റയുടെ ലിമിറ്റാണ് 0 to 2π. ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? 18 ഇൻറ്റു 2π എന്ന് വരും. അതായത് 36π എന്ന് കിട്ടും. എളുപ്പമല്ലേ? ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഇതൊരു ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ബൗണ്ടഡ് ബൈ ദ സിലിണ്ടർ x square plus y square equal to 4 and the planes z equal to 0 and y plus z equal to 3.
ഇസഡ് ലിമിറ്റ് പറയുന്നുണ്ട്. എന്താണ്? ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് y പ്ലസ് ഇസഡ് ഈക്വൽ ടു 3 എന്നുണ്ട്. ഇവിടെ ഇസഡ് എന്താണ്? 3 മൈനസ് y ആണ്. അപ്പൊ എന്ത് പറയാം? ഇസഡ് വേരീസ് ഫ്രം 0 ടു 3 മൈനസ് y എന്ന് പറയാം അല്ലേ? ഇസഡ് ലിമിറ്റ് ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് വോളിയം ആണ്. എന്താണ് വോളിയത്തിന്റെ ഫോർമുല? വോളിയം ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി ആണ്. ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ ഇസഡ് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇസഡ് ആദ്യം എഴുതാം. ഡി ഇസഡ് ഡി എക്സ് ഡി വൈ. എന്താണ് ഇസഡ് ലിമിറ്റ്? ഇസഡ് ലിമിറ്റ് 0 ടു 3 മൈനസ് y ആണ്. അപ്പൊ ഇസഡ് മാത്രം ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ എന്താണ്? ഡി ഇസഡിന് ഇസഡ് ആണ്. ലിമിറ്റ് 0 ടു 3 മൈനസ് y ആണ്. പിന്നെ ഒരു ഡി എക്സ് ഡി വൈ കൂടെ ഉണ്ട്. അപ്പൊ ഇതെന്താവും? ഡബിൾ ഇന്റഗ്രൽ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 3 മൈനസ് y ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഇസഡിന്റെ കാര്യം കഴിഞ്ഞു. എക്സും വൈയും വരുന്ന എന്താണ്? ഒരു സർക്കിളാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സർക്കിളാണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കിതിനെ പോളാറിലോട്ട് മാറ്റാം. എങ്ങനെയാണ് പോളാറിലോട്ട് മാറ്റുന്നത്? എക്സിന് പകരം ആർ കോസ് തീറ്റ എന്നും വൈക്ക് പകരം ആർ സൈൻ തീറ്റ എന്നും ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്നും കൊടുക്കാം. അപ്പൊ എന്താണ്? പുട്ട് എക്സ് ഈക്വൽ ബൈ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു പോളാർ കോർഡിനേറ്റ്സ്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ. അപ്പൊ എന്താവും? നമ്മുടെ വോളിയം എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ 3 മൈനസ് വൈ ഡി എക്സ് ഡി വൈ ആയിരുന്നല്ലോ. ഇതെന്തായിട്ട് മാറും? ഡബിൾ ഇന്റഗ്രൽ 3 മൈനസ് വൈക്ക് പകരം ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ. ഇതല്ലേ? അപ്പൊ ഇനി എന്താണ് വേണ്ടത്? ഇനി ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് ആണ് വേണ്ടത്. എന്താണ് ആറിന്റെ ലിമിറ്റ്? റേഡിയസ് വേരീസ് ഫ്രം. റേഡിയസ് എങ്ങനെയാണ്? ഇതെന്താണ്? 0 0 സെന്ററും 2 റേഡിയസും ഉള്ള സർക്കിളാണ്. അപ്പൊ ആർ വേരീസ് ഫ്രം 0 ടു 2 ആണ്. 0 ടു 2. തീറ്റ വേരീസ് ഫ്രം എങ്ങനെ? ഇതൊരു ഫുൾ സർക്കിൾ ഉണ്ട് അല്ലേ? 0 0 സെന്ററും 2 റേഡിയസും ഉള്ള സർക്കിളിന്റെ ഫുൾ പോർഷൻ ഉണ്ട്. അപ്പൊ എന്താണ്? 0 ടു 2 പൈ ആണ്. തീറ്റ വേരീസ് ഫ്രം 0 ടു 2 പൈ. അതായത് 360 ഡിഗ്രി കറങ്ങി വരും. അപ്പൊ 0 ടു 2 പൈ ലിമിറ്റ് കൊടുക്കാം. 0 ടു 2 0 ടു 2 പൈ. അതായത് ഇന്റഗ്രൽ 0 ടു 2 പൈ ഇന്റഗ്രൽ 0 ടു 2. നമുക്ക് ആദ്യം ബ്രാക്കറ്റ് മാറ്റണം. 3r മൈനസ് ആർ സ്ക്വയർ സൈൻ തീറ്റ പിന്നെ ഡി ആർ ഡി തീറ്റ. ഇനി എന്താണ്? നമുക്ക് ആറിന്റെ ഇന്റഗ്രേഷൻ ആദ്യം പൂർത്തിയാക്കാം. അപ്പോൾ ഒരു ഇന്റഗ്രൽ 0 ടു 2 പൈ ഉണ്ട്. എന്താണ് ഇന്റഗ്രൽ ഓഫ് 3r വിത്ത് റെസ്പെക്ട് ടു ആർ? 3r സ്ക്വയർ ബൈ 2. ആർ സ്ക്വയർ എന്താണ്? ആർ ക്യൂബ് ബൈ 3. ഒരു സൈൻ തീറ്റ കോൺസ്റ്റന്റ് അല്ലേ? ലിമിറ്റ് കൊടുക്കണം 0 ടു 2. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. ഇതല്ലേ? കൊടുത്തു നോക്കാം. ഇന്റഗ്രൽ 0 ടു 2 പൈ ഉണ്ട്. പിന്നെ എന്താണ്? നമ്മൾ ആർ സ്ക്വയറിൽ 2 ആണ്. 2 സ്ക്വയർ അപ്പൊ 4 ബൈ 2 2 ആണ്. അപ്പൊ 6 അത് വരും. 6 മൈനസ് എന്താണ്? 2 ക്യൂബ് 8 ബൈ 3 സൈൻ തീറ്റ ഡി തീറ്റയും കൂടെ അല്ലേ? അപ്പർ ലിമിറ്റ് 2 കൊടുത്തപ്പോഴത്തേക്ക് ഒരു 2 വെട്ടിപ്പോയിട്ട് 6 മൈനസ് 8 ബൈ 3 സൈൻ തീറ്റ. ഇനി തീറ്റയ്ക്കാണ് എന്താണ്? 6ന് 6 തീറ്റ മൈനസ് 8 ബൈ 3. എന്താണ്? സൈൻ തീറ്റയ്ക്ക് മൈനസ് കോസ് തീറ്റയാണ്. അപ്പൊ പ്ലസ് കോസ് തീറ്റയാണ്. ലിമിറ്റ് 0 ടു 2 പൈ. ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 12 പൈ പ്ലസ് 8 ബൈ 3 കോസ് 2 പൈ മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 6 into 0 0 ആണ്. മൈനസ് ഇവിടെ എന്താണ്? 8 ബൈ 3 കോസ് 0. കോസ് 0 1 ആണ്. കോസ് 2 പൈ 1 ആണ്. കോസ് 2 പൈ 1 ആണ്. കോസ് 0 1 ആണ്. അപ്പൊ എന്ത് വരും? 12 പൈ പ്ലസ് 8 ബൈ 3 മൈനസ് 8 ബൈ 3 എന്ന് വരും. നമ്മുടെ 8 ബൈ 3 മൈനസ് 8 ബൈ 3 വെട്ടിപ്പോയിട്ട് 12 പൈ എന്ന് കിട്ടും ആൻസർ. ഓക്കെ അല്ലേ? 3 തവണ ചോദിച്ച ഒരു KQ ക്വസ്റ്റൻ ആണ്. Next question is, find the volume of the solid in the first octet bounded by the coordinate planes and the plane x plus 2y plus z equal to 6. ഇതെന്താണ് നോക്കാം. ഇതെന്താണ് തന്നിരിക്കുന്നത്? x plus 2y plus z equal to 6 എന്നാണ്. നമുക്കൊന്ന് 6 കൊണ്ട് ഡിവൈഡ് നോക്കാം. ഡിവൈഡിങ് ബൈ 6. അപ്പൊ എന്ത് കിട്ടും? x by 6 plus 2y by 6 പ്ലസ് z ബൈ 6 ഈക്വൽ ടു 1 എന്ന് കിട്ടും.
അതായത് x/6 പ്ലസ് y/3 പ്ലസ് z/6 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതെന്താണ്? ഒരു ട്രയാങ്കുലർ പ്രിസമാണ്. അതായത് ഇതിന്റെ ഫിഗർ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്. എക്സിൽ വരുന്ന കട്ടിങ് 6 ആണ്, അതായത് 6 0 0. വൈയിൽ വരുന്ന കട്ടിങ് 3 ആണ്, 0 3 0. ഇസഡിൽ വരുന്ന കട്ടിങ് 6 ആണ്, അപ്പൊ 0 0 6. ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കുലർ പ്രിസം ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി എന്താണ്? നമുക്ക് ലിമിറ്റ് എടുക്കാം. ഫിഗർ ഞാൻ വരച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. എന്താണ് ലിമിറ്റ്? ഇസഡ് പറയുന്നത് ഇസഡ് ഈക്വൽ ടു ഇസഡ് എന്താണ്? 6 മൈനസ് എക്സ് മൈനസ് 2y എന്ന് കിട്ടും. അപ്പൊ എന്താണ് ഇത് പറയുന്നത്? ഫസ്റ്റ് ഒക്ടന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് ഒക്ടന്റാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു ഒറിജിൻ ഉണ്ട് 0 0 0. അപ്പൊ ഇസഡ് വേരീസ് ഫ്രം എങ്ങനെയാണ്? 0 മുതലാണ്. 0 ടു 6 മൈനസ് എക്സ് മൈനസ് 2y ആണ്. ഇസഡ് വേരീസ് ഫ്രം 0 മുതൽ 6 മൈനസ് എക്സ് മൈനസ് 2y വരെ. ഇസഡ് ലിമിറ്റ് കിട്ടി. ഇനി എന്താണ്? നമ്മുടെ എക്സ് പ്ലസ് 2y പ്ലസ് ഇസഡ് ഈക്വൽ ടു 6 എന്നാണ്. അപ്പൊ ഇസഡ് കിട്ടി കഴിഞ്ഞല്ലോ. അപ്പൊ ഇസഡ് നമുക്ക് 0 എന്ന് കൊടുക്കാം. ഇസഡിൽ ഒരു ലിമിറ്റ് 0 ആണ് അല്ലേ? ഇസഡിൽ ഒരു ലിമിറ്റ് 0 ആണ്. ആ ലിമിറ്റ് കൊടുക്കാം. പുട്ട് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6 എന്ന് കിട്ടും അല്ലേ? അവിടുന്ന് എക്സ് എന്താണ്? 6 മൈനസ് 2y എന്ന് കിട്ടും. അപ്പൊ എക്സ് ലിമിറ്റ് എന്താണ്? എക്സ് വേരീസ് ഫ്രം, എക്സിന്റെ ഒരു ലിമിറ്റ് 0 ആണ്, 0 ടു 6 മൈനസ് 2y ആണ്. അപ്പൊ എക്സ് ലിമിറ്റും കിട്ടിക്കഴിഞ്ഞു. ഇനി y എന്താണ്? നമ്മളിവിടെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6ലാണ് നിൽക്കുന്നത്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6. വൈക്ക് 0 കൊടുക്കാം അല്ല? നമ്മളിപ്പം കണ്ടുപിടിച്ച എക്സ് അല്ലേ? എക്സിന് 0 കൊടുക്കാം. കൂട്ട് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? 2y ഈക്വൽ ടു 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y എന്താണ്? 3 ആണ്. ഒരു ലിമിറ്റ് 0 ആണ്. y വേരീസ് ഫ്രം 0 ടു 3 ആണ്. 3 ലിമിറ്റും കിട്ടി കഴിഞ്ഞില്ലേ? ഇത് നമുക്ക് ഇന്റഗ്രേഷൻ ആണ്. എന്താണ് വോളിയത്തിന്റെ ഫോർമുല? വോളിയം ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ dv, അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ dz dy dx. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതിന്റെ ക്രമം എന്തുകൊണ്ടാണ് ഇസഡ് ഇവിടെ ആദ്യം എഴുതിയത്? ഇവിടെ ഏറ്റവും കൂടുതൽ വേരിയബിൾ ഉള്ളത് ഇസഡിനാണ്. ഇസഡ് വേരീസ് ഫ്രം 0 ടു 6 മൈനസ് എക്സ് മൈനസ് 2y എന്നാണ്. അപ്പോഴെന്താണ്? ഇസഡ് ലിമിറ്റിലാണ് 2 വേരിയബിൾ ഉള്ളത്. അപ്പൊ ഇസഡ് വേരീസ് ഫ്രം 0 ടു 6 മൈനസ് എക്സ് മൈനസ് 2y. അതുകൊണ്ട് ഇസഡ് ആദ്യം ചെയ്യാം. ഇനി അടുത്ത ഏതാണ്? എക്സിന്റെ ലിമിറ്റിലാണ് അടുത്ത് കൂടുതൽ വേരിയബിൾ ഉള്ളത്. അതായത് എക്സിന്റെ ലിമിറ്റ് 0 ടു 6 മൈനസ് 2y ആണ്. അപ്പൊ അത് ഇടയ്ക്ക് കൊടുക്കണം. എക്സിന്റെ ലിമിറ്റ് 0 ടു 6 മൈനസ് 2y. അങ്ങനെയാണെങ്കിൽ ഇവിടെ dx ആണ് വരേണ്ടത്. ഇത് എക്സിന്റെ ലിമിറ്റ് അല്ലേ? അപ്പൊ അവിടെ dx ആണ് വരേണ്ടത്. ഇനി കോൺസ്റ്റന്റ് ലിമിറ്റ് y ആണ് 0 ടു 3. അപ്പൊ എന്ത് വരും? കോൺസ്റ്റന്റ് ലിമിറ്റ് y 0 ടു 3. അത് ആരുടേതാണ്? വൈയുടേത്. കണ്ടോ? ഈ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആദ്യം ഇസഡിന്റെ കാര്യം ചെയ്യാം. ഇന്റഗ്രൽ 0 ടു 3, ഇന്റഗ്രൽ 0 ടു 6 മൈനസ് 2y. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി ഇസഡ്? ഇസഡ് ആണ്. ഇസഡ് വേരീസ് ഫ്രം 0 ടു 6 മൈനസ് എക്സ് മൈനസ് 2y. പിന്നെ dxും dyയും അല്ലേ? ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ 0 ടു 3, ഇന്റഗ്രൽ 0 ടു 6 മൈനസ് 2y. എന്താണ് ഇസഡ് ലിമിറ്റ് കൊടുക്കുമ്പോഴേ? 6 മൈനസ് എക്സ് മൈനസ് 2y dx dy. ഇതാണ്. ഇനി നമുക്ക് dx ഇന്റഗ്രേഷൻ ചെയ്യാം. dxന്റെ അതായത് ഇന്റഗ്രൽ 0 ടു 3 നമ്മൾ എക്സിൽ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് 6 മൈനസ് 2y കോൺസ്റ്റന്റ് ഇല്ലേ? അതിന് ഒരുമിച്ച് എടുക്കാം. 6 മൈനസ് 2y കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് മൈനസ് എക്സിന് എക്സ് സ്ക്വയർ ബൈ 2. ലിമിറ്റ് 0 ടു 6 മൈനസ് 2y dy. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. കാരണം എന്താണ്? ഇവിടെ ലിമിറ്റ് 6 മൈനസ് 2y അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ 6 മൈനസ് 2y ഗ്രൂപ്പ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട്. അപ്പൊ 6 മൈനസ് 2y കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 6 മൈനസ് 2y ഇൻറ്റു എക്സ് മൈനസ് എക്സിന് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ലിമിറ്റ് 0 ടു 6 മൈനസ് 2y dy. ഇനി നമുക്ക് ആ ലിമിറ്റ് കൊടുക്കാം.
കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 to 3 അപ്പർ ലിമിറ്റ് 6 - 2y അല്ലേ? അപ്പൊ 6 - 2y ദ ഹോൾ സ്ക്വയർ എന്നാവും അല്ലേ? മൈനസ് x²/2 എന്താണ്? 6 - 2y യുടെ ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. ഇനി ഒരു dy കൂടെ ഉണ്ട്. ഇങ്ങനെയല്ലേ? അതായത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 6 - 2y × 6 - 2y 6 - 2y ദ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ എന്താണ് 6 - 2y ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? ഇത് ഫുൾ ഉണ്ട്, ഇത് പകുതിയാണ്. മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ 0 to 3 ഉണ്ട്. 6 - 2y ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. dy ഇതല്ലേ? ഈ വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. വൈക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? അതായത് നമ്മൾ 1/2 കോൺസ്റ്റന്റ് ആണ് വെളിയിലാക്കിയിട്ട് 6 - 2y ദ ഹോൾ സ്ക്വയർ എന്താണ്? നമ്മൾ അതിൽ x³ എടുക്കും പോലെ x⁻n എന്താണ്? x⁻n ഇന്റഗ്രൽ ആണ് x⁻n+1/n+1 അതേപോലെ എടുക്കാം. അതായത് 6 - 2y ദ ഹോൾ ക്യൂബ് ബൈ 3. ഇനി എന്താണ്? ഈ 6 - 2y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y അതായത് -2 അതും കൂടെ താഴെ വരും. ഇതാണ് ലിമിറ്റ് 0 to 3. അപ്പൊ എന്താണ് ചെയ്തത്? x⁻n ഇന്റഗ്രൽ ആണ് x⁻n+1/n+1. അതേപോലെ 6 - 2y ദ ഹോൾ സ്ക്വയറിനെ 6 - 2y ദ ഹോൾ ക്യൂബ് ബൈ 3. പിന്നെ എന്ത് വരും? ഈ 6 - 2y ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y അതായത് -2 അതും കൂടെ താഴെ വരും. ലിമിറ്റ് 0 to 3 ആണ്. ഇനി ഞാൻ ലിമിറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? 1/ ഒരു മൈനസും കൂടെ വെളിയിൽ വരും. 1/4 × 3 12 -1/12 വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് 3 കൊടുക്കുമ്പോൾ എന്താണ്? 6 - 6 ദ ഹോൾ ക്യൂബ്. അപ്പൊ 0 അല്ലേ? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 അല്ലേ? 6³ ഇങ്ങനെ കിട്ടും. അപ്പൊ എന്താണ്? മൈനസ് കൂടെ പ്ലസ് ആവും. 6³ എന്ന് പറഞ്ഞാൽ 6 × 6 × 6/12 ആണ് അല്ലേ? ഒന്ന് വെട്ടുമ്പോഴത്തേക്ക് ഇത് 3 ആണ്, ഇത് 6 വരും. ഒരു 6 വെട്ടിപ്പോകും. അപ്പൊ ആൻസർ 18 എന്ന് കിട്ടും. ഓക്കെ ആണ്. ഇതാണ് ആൻസർ. ഓക്കെ. Next question is use triple integral to find the volume of the solid bounded by the surface y = x² and the planes y plus z = 4 and z = 0. ഒരു കേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്? നമുക്ക് z ലിമിറ്റ് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എന്താണ്? z = 4 - y അല്ലേ? z 0 എന്നുണ്ട്. അപ്പൊ z വേരീസ് ഫ്രം എങ്ങനെ? z വേരീസ് ഫ്രം 0 to 4 - y. വോളിയം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ dv ആണ്. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ dz dx dy. നമുക്ക് 3 ലിമിറ്റും കിട്ടിയാൽ മതി. അപ്പൊ z ലിമിറ്റ് കണ്ടുപിടിച്ചു. z = എന്താണ്? 0 to 4 - y എന്ന് കിട്ടി. ഇനി എന്താണ്? നമുക്ക് y = x² എന്ന് അറിയാം. അതേപോലെ y plus z = 4 എന്നും അറിയാം. z 0 ആണെന്നും അറിയാം. അപ്പൊ ഇവിടെ z 0 കൊടുക്കാം. കൂട്ടി z = 0 എന്ന് കൊടുക്കാം. അപ്പൊ എന്താണ്? y = 4 എന്ന് കിട്ടുമല്ലോ. അപ്പൊ y ലിമിറ്റ് കിട്ടിയില്ലേ? എന്താണ് y ലിമിറ്റ്? y varies from 4 to x². കണ്ടോ? y ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? നമുക്ക് y = x² എന്നറിയാം. y = x² എന്നറിയാം. y = 4 ആണ്. y = 4 കൊടുക്കുമ്പോൾ എന്താണ്? y = 4 ആണ്. അപ്പൊ എന്താണ്? 4 കൊടുക്കുമ്പോൾ 4 = x². അപ്പൊ x = എങ്ങനെ വരും? +or-2 എന്ന് വരും. അപ്പൊ x ലിമിറ്റ് എന്താണ്? -2 to +2 ആണ്. x വേരീസ് ഫ്രം -2 മുതൽ +2 വരെ. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നോ ഫസ്റ്റ് ഒക്ടന്റ് ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ആ ഫുൾ ലിമിറ്റ് കൊണ്ട് x വേരീസ് ഫ്രം -2 to 2. 3 ലിമിറ്റും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യാലോ. എന്താണ്? വോളിയം ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ dv അല്ലേ? അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇന്നർ ലിമിറ്റ് ഏതായിരിക്കണം? ഇതിന് കൂടുതൽ ഇപ്പം ലിമിറ്റ് ഏതൊക്കെയാണ്? z 0 to 4 - y ഉണ്ട്, y 4 to x² ഉണ്ട്, x -2 to 2 ഉണ്ട്. അപ്പൊ എന്താണ്? നമുക്ക് z ആദ്യം കൊടുക്കാം. അപ്പൊ എന്ത് വരും? z 0 to 4 - y. അതുകൊണ്ട് dz ആണ് ആദ്യം. അടുത്ത് 4 to x², അത് ഇടയ്ക്ക് കൊടുക്കാം.
അപ്പൊ ഡി വൈ ആണ് ഇടയ്ക്ക്. ഇനി എന്താണുള്ളത്? -2 to 2, അത് ലാസ്റ്റ് കൊടുക്കാം. -2 to 2 അത് എന്തിന്റെയാണ്? എക്സിൻ്റെതാണ്. ഇനി ഇന്റഗ്രേഷനല്ലേ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ ഇസഡ് ചെയ്യാം. അതായത് ഇന്റഗ്രൽ -2 to 2 ഇന്റഗ്രൽ 4 to x². എന്താ ഇന്റഗ്രൽ ഓഫ് ഡി ഇസഡ്? ഇസഡ് ആണ് 0 to 4 - y dy dx. ഇതല്ലേ? ആ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ -2 to 2 ഇന്റഗ്രൽ 4 to x², 4 - y എന്ന് കിട്ടും. dy dx. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇന്റഗ്രൽ -2 to 2 എന്താണ്? 4 - y വിത്ത് റെസ്പെക്ട് ടു dy എന്താണ്? 4നെ 4y മൈനസ് yക്ക് y²/2 ലിമിറ്റ് 4 to x² ആണ്. പിന്നെ ഒരു dx കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇന്റഗ്രൽ -2 to 2 നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 4x² മൈനസ് x²ന്റെ റേസ് ടു 2 ആണ്. അപ്പൊ x⁻²/2. ഇനി ലോവർ ലിമിറ്റ് 4 ആണ്. അത് കൊടുക്കുമ്പോഴത്തേക്ക് -16 പ്ലസ് ഇവിടെ എന്താണ്? 16/2 8. പിന്നെ ഒരു dx കൂടെ ഉണ്ട്. ഇതിന്റെ കാര്യം ചെയ്യാം. ഇത് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും. ഇനി ഇതെന്താണ്? ഇന്റഗ്രൽ -2 to 2 ആണ്. അപ്പൊ ഇത് ഓഡാണോ ഈവൻ ആണോ നോക്കാം. ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? എക്സിന് മൈനസ് കൊടുത്താൽ മൈനസ് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 ടൈംസ് ഇന്റഗ്രൽ 0 to 2 4x² മൈനസ് x⁻²/2 മൈനസ് 8 dx എന്ന് എഴുതാം. ഇനി ഈ ഇന്റഗ്രേഷനല്ലേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു 2 ഉണ്ട് വെളിയില്. 4x²നെ 4x³ 3 മൈനസ് x⁻⁴ x⁵5/5 ഈ 2 കൂടെ 10 മൈനസ് 8x. ലിമിറ്റ് എന്താണ്? 0 to 2. ഈ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2 × 4/3 2³ 8 ആണ്. മൈനസ് 2⁵ 32/10 മൈനസ് 16 എന്ന് വരും. അതായത് 2 ടൈംസ് 32/3 മൈനസ് 32/10 മൈനസ് 16 എന്ന് വരും. ഇത് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 256/15 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, താങ്ക് യു.